സുഹൃത്തുക്കളെ, സോഷ്യൽ മീഡിയകളിൽ ഇന്ന് പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാമിനെ ഇകഴ്ത്തി സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പറ്റം ആളുകളെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ തട്ടമിട്ടവരുണ്ട്, തട്ടമിടാത്തവരുണ്ട്, കുരിശു തൊട്ടവരുണ്ട്, പൊട്ടുതൊട്ടവരുണ്ട്, അല്ല മുസ്ലിം നാമധാരികൾ വരെയുണ്ട്. ഇവരൊക്കെ വിചാരിക്കുന്നത് പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാമിന് എതിരെ ആക്ഷേപങ്ങളും ഇസ്ലാമിൻ്റെ നിയമ നടപടികൾക്കെതിരായ വാക്കുകളും പറഞ്ഞു കഴിഞ്ഞാൽ ലോകമൊന്നടങ്കം ഇസ്ലാമിനെ പുച്ഛിച്ച് തള്ളുകയും മുസ്ലിമീങ്ങൾ ഒറ്റപ്പെടുത്തപ്പെടുകയും ചെയ്യുമെന്നതാണ്. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. ലോകത്ത് കഴിഞ്ഞുപോയ ചരിത്ര ഗ്രന്ഥങ്ങൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ കഴിയും, ലോകത്ത് ഇസ്ലാമിനെ വല്ലാതെ ബഹുമാനിച്ച് ആദരിച്ച് അതിനെ മുന്നോട്ട് വെച്ച ആളുകൾ വളരെ കുറവാണ്. എന്നിട്ട് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, യുരീദൂന അയ്യുത്ഫിഉ നൂറല്ലാഹി ബിഅഫ്വാഹിഹിം. പലരും ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൂടെയും മറ്റുമൊക്കെ ആളുകൾക്കിടയിൽ സ്റ്റാറാകാനും അതുപോലെ തന്നെ കമൻറ്റുകളെ കൊണ്ടും മറ്റുമൊക്കെ ആക്ഷേപിക്കപ്പെടുന്ന ഒരു തരത്തിലേക്ക് മുസ്ലിമീങ്ങൾ മാറ്റപ്പെടാൻ വേണ്ടിയിട്ട് പലരും സോഷ്യൽ മീഡിയകളിലൂടെ ഇസ്ലാമിനെ തൻ്റെ വായകളെ കൊണ്ട് ആക്ഷേപിക്കുകയാണ്. ഖുർആന്റെ വാക്യം നമ്മൾ ഓർക്കേണ്ടതുണ്ട്. യുരീദൂന അയ്യുത്ഫിഉ നൂറല്ലാഹി ബിഅഫ്വാഹിഹിം. അവരുടെ തൊള്ളകളെ കൊണ്ട്, അവരുടെ വാക്കുകളെ കൊണ്ട് പരിശുദ്ധ ഇസ്ലാമിന്റെ പ്രഭയെ കെടുത്താൻ വേണ്ടി അവർ വല്ലാതെ കിണഞ്ഞു ശ്രമിക്കുന്നുണ്ട്. വല്ലാഹു മുതിമ്മു നൂരി. നിങ്ങൾ എത്ര പറഞ്ഞിട്ടെന്ത്? തട്ടമിട്ട ആളുകൾ വരെ ഇസ്ലാമിന്റെ നിയമങ്ങളിലേക്ക് പറ്റില്ല എന്ന് പറഞ്ഞിട്ടെന്ത്? അവൾക്ക് പോയെന്നല്ലാതെ ആർക്ക് പിഴച്ചു? പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്, നിങ്ങളെ എല്ലാവരെയും കൂടി ഈ പരിശുദ്ധമാക്കപ്പെട്ട സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളത് അള്ളാഹ്ക്ക് ഉദ്ദേശമേ അല്ല. പരിശുദ്ധ ഖുർആൻ മറ്റൊരു സ്ഥലത്തായിട്ട് സൂറത്തിലൂടെ നമ്മോട് ഓരോരുത്തരോടായിട്ട് ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ലഅംലഅന്ന ജഹന്നമ മിനൽ ജിന്നത്തി വന്നാസി അജ്മഈൻ. മനുഷ്യരിൽ നിന്നും ജിന്നുകളിൽ നിന്നും ഒരു കൂട്ടം ആളുകളെ കൊണ്ട് നരകം നമുക്ക് നിറയ്ക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ പറയുന്നത് കൊണ്ട് ഇസ്ലാമിനൊരു പോറല് വെൽക്കുകയില്ല. താർത്താലികൾ ചെയ്തതുപോലെ ലോകത്തുള്ള ലക്ഷക്കണക്കിന് മുസ്ലിമീങ്ങളെ കൊന്നൊടുക്കുകയും അവരുടെ ചരിത്ര ഗ്രന്ഥങ്ങൾ എത്രത്തോളം വലിയ ലൈബ്രറികൾ നശിപ്പിച്ചിട്ട് ആ ഗ്രന്ഥങ്ങളെ കൊണ്ട് പാലം നിർമ്മിച്ചപ്പോൾ ആ പുഴയിലുള്ള ആ നദിയിലെ വെള്ളത്തിന് ആ മഷിയുടെ കളർ വരെ വരുന്ന തരത്തിൽ ഇസ്ലാമിനെ അവഹേളിക്കുകയും മുസ്ലിമീങ്ങളെ തുരത്താൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്തിട്ടും 2025 ആയിട്ടും മുസ്ലിമീങ്ങളെ എണ്ണത്തിൽ കുറവില്ലല്ലോ. ഇത് കുറയുകയില്ല. പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് തട്ടമിട്ടവരായാലും തൊപ്പിതിരിച്ചവരായാലും ഇസ്ലാമിന്റെ ശരീഅത്തിനെതിരായ നിയമങ്ങൾ നിങ്ങൾ എത്ര പറഞ്ഞിട്ടും കാര്യമില്ല, അത് ജയിക്കുകയില്ല എന്ന് ഖുർആൻ പറയുന്നുണ്ട്. മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാക്കാം. അസ്സലാമു അലൈക്കും.